ഈ പറഞ്ഞ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ആദ്യം ജോലി, പിന്നെയായിരിക്കും ആ കുട്ടി കോഴ്സിലേക്ക് പോകുന്നത്. സ്റ്റെപ്പ് 3, ഗെറ്റിംഗ് എ സ്പോൺസർഷിപ്പ്. ഓക്കെ, സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പോൺസർഷിപ്പ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനി ഗ്യാരണ്ടി തരുവാണ് ഒരു കുട്ടിക്ക്, ഓക്കെ നീ പോയി മെർച്ചൻ്റ് നേവി കോഴ്സ് പഠിച്ചോളൂ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഷിപ്പിംഗ് കമ്പനിയിൽ ഞാൻ ജോലി തന്നോളാം എന്നൊരു ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനി പറയുന്ന ലെറ്ററാണ്. ചുരുക്കി പറഞ്ഞാൽ സ്പോൺസർഷിപ്പ് ലെറ്റർ അല്ലെങ്കിൽ ഒരു ജോബ് ഗ്യാരണ്ടി ലെറ്റർ. ഈ ജോബ് ഗ്യാരണ്ടി ലെറ്റർ വെച്ചിട്ടായിരിക്കും ഒരു മെർച്ചൻ്റ് നേവിയിലേക്ക് 12th സയൻസ് കഴിഞ്ഞ കുട്ടി കയറാൻ പോകുന്നത്. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ പറഞ്ഞ സ്പോൺസർഷിപ്പ് ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ആദ്യം ജോലി, പിന്നെയായിരിക്കും ആ കുട്ടി കോഴ്സിലേക്ക് പോകുന്നത്. ആ കുട്ടി കോളേജിൽ പോയി ഫസ്റ്റ് ഡേ ഇരിക്കുന്നതിന് മുൻപ് അവൻ്റെ കയ്യിൽ ജോബ് ഓഫർ ലെറ്റർ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. +1 +2 സയൻസിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മെർച്ചൻ്റ് നേവി കോച്ചിങ് എടുത്തു തുടങ്ങാം. അതും കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് ഇരുന്ന് വേണമെങ്കിലും നാവിഗേറ്റർ വോയിസ് ആപ്പ് വഴി.